സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയവരിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാം കണ്ടതായിരിക്കും. നമ്മുടെ ഉന്നത കുലജാതനെ അടുത്തിരുത്തിക്കൊണ്ട് പിണറായി വിജയൻ സഖാവും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിലുള്ള എല്ലാ പാർട്ടിയുടെ നേതാക്കളും വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു കാര്യം, ആ ഒരു കാഴ്ച, അപൂർവമായ ഒരു കാഴ്ച, അത് നിങ്ങളെ ഞാൻ കാണിച്ചതാണ്. അതായത് ഇരട്ടച്ചങ്കനെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിനെ പലപ്പോഴും പലരും വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അതെന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേര് വീണതെന്നുള്ളത് എനിക്ക് ഇന്നലെയാണ് വീണ്ടും മനസ്സിലായത്. ചില കാര്യങ്ങളിൽ വേണ്ട രീതിയിലൊന്നും ഇടപെടാത്ത, എന്നാൽ വേണ്ട കാര്യങ്ങളിൽ മിക്ക കാര്യങ്ങളിലും നല്ല രീതിയിൽ ഇടപെടുന്ന കൃത്യനിഷ്ഠയുള്ള ഒരു നേതാവ്. അതാണ് പിണറായി വിജയൻ സഖാവ്. അതായത് 8 മണിക്ക് ഒരു പത്രസമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7:55 അല്ലെങ്കിൽ 7:59 അദ്ദേഹം ആ ഒരു ഹാളിലുണ്ടാവും. ഇത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. കോവിഡ് ടൈമിൽ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കൃത്യം 8 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഷാർപ്പ് 8 മണിയാകുമ്പോൾ പത്രസമ്മേളനം സ്റ്റാർട്ട് ചെയ്തിരിക്കും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പലരും ചിലർക്കറിയാം, ചില ആളുകൾക്ക് അറിയില്ല. എന്നാൽ ഇത് അധികമൊന്നും ആളുകൾ അങ്ങോട്ട് കൊട്ടിഘോഷിക്കുകയൊന്നും ചെയ്തില്ല. കാരണം അത് അയാളുടെ കൃത്യനിഷ്ഠയാണ്. അയാൾ അങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. ഇതൊരു ചെറിയ എക്സാമ്പിൾ മാത്രമാണ്. പിന്നീട് പിണറായി വിജയൻ സഖാവ് ഭരണത്തിൽ വന്നതിന് ശേഷം ഈ പാർട്ടിയിലിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഓഫീസുകളിലിരിക്കുന്ന പാർട്ടിയിലുള്ള നേതാക്കന്മാരുടെയും ആ മുഖ്യമന്ത്രിയുടെ ഓഫീസുകളിലിരിക്കുന്ന ആളുകളുടെയും പ്രവർത്തന സമയവും അല്ലെ പ്രവർത്തന രീതിയും എല്ലാം അപ്പാടെ മാറി. ഒരു ഫുഡ് കഴിക്കാനെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തോന്നിയ സമയത്ത് കയറി വന്നുകൊണ്ടിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും കൃത്യസമയത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നു. 1 മണി എന്നൊരു സമയമുണ്ട്, ഫുഡ് കഴിക്കാൻ പോകുന്നു. 2 മണിയാകുമ്പോൾ വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് മാറ്റിയതും ഇതേ സർക്കാർ തന്നെയാണ്. അപ്പോൾ എടുത്തു പറയാനായിട്ട് ഒരുപാട് നേട്ടങ്ങളുണ്ടെങ്കിലും അതിൽ ചില സ്ഥലങ്ങളിൽ ഒരു നല്ലതുണ്ടെങ്കിൽ ഒരു ചീത്തയും ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ച് ചീത്ത ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതില്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. നടക്കുന്ന കാര്യങ്ങൾ അല്ലെ ചെയ്തിട്ടുള്ള കൊള്ളരുതായ്മകൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട് വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അങ്ങനെ എല്ലാ പാർട്ടിയിലിരിക്കുന്ന ആളുകളും ചെയ്യുന്നത് പോലെയുള്ള ചില അഴിമതി കാര്യങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം പിടിച്ചവർക്ക് കിട്ടേണ്ട പണം വിഴുങ്ങിയെന്നല്ല, ഇവര് ചെയ്യേണ്ട ചില കാര്യങ്ങളിലൊക്കെ ഒരു മൗനം പാലിച്ചിരുന്നിരുന്നു. അതായത് ഈ പാർട്ടിയിലുള്ള ആളുകൾ തന്നെ ചില വൃത്തികേടുകൾ ചെയ്യുമ്പോൾ അവരെ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു നയം നമ്മൾ കണ്ടതാണ്. എന്നാൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഇരട്ടച്ചങ്കൻ പിണറായി വിജയൻ സഖാവ് നിലപാടുകൾ എടുത്തു, നടപടികൾ എടുത്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ കുട്ടികളുടെ കലാപരിപാടികളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന ഒരു വേദിയിൽ വെച്ചിട്ടാണ് ശ്രീ പിണറായി വിജയൻ സഖാവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. എത്തരത്തിലാണ് ഈ ഉന്നത കുലജാതരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ജാതി കോമരങ്ങളെ നമ്മൾ ഈ നാട്ടിൽ നിന്ന് തന്നെ അടിച്ചകറ്റണം. ഇവിടെ അവരധികം വളരാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ ഇവിടെ വളർത്താൻ പാടില്ല. ഞാൻ ജാതിയിൽ ഉയർന്നവനാണ്, നീ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനാണ്, ഏറ്റവും അടിത്തട്ടിലുള്ളവനാണ് നീ എന്നൊക്കെയുള്ള ശ്രേണി തരത്തിലുള്ള ഈ അടിച്ചമർത്തലുകൾ അത് ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ജാതി കോമരങ്ങളെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാൻ പാടില്ല. അടുപ്പിച്ച് അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് അടിച്ചോടിച്ച് കളയണം എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് കുട്ടികൾക്കിടയിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വളർന്നു വരുന്ന കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സാധിക്കുന്ന ആളുകളാണ് സിനിമയിലുള്ള ആളുകൾ, സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ സിനിമയിലുള്ള ഒരു താരമാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെ സിനിമകൾ കണ്ടിട്ടുള്ള ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും അവർ അതിൽ ഇൻഫ്ലുവൻസ് ആയി പോകും. ഞാൻ ഓൾറെഡി ആയിട്ടുള്ളതാണ്. കാരണം ഷിറ്റ് പുല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോലീസുകാരനായിട്ടുള്ള വേഷത്തിൽ വന്നു കഴിഞ്ഞാൽ, അല്ല പോലീസുകാരെ പോലും എടുത്തിട്ട് ഇടിക്കുന്ന ഒരു നല്ല നടനായിരുന്നു ഈ സുരേഷ് ഗോപി സിനിമയിൽ. അപ്പൊ അതേ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ശ്രമിച്ചത്. എന്നാൽ പുലിയാകാൻ നോക്കി എലിയായി പോയൊരവസ്ഥയും നമ്മൾ കണ്ടതാണ്. അപ്പോ ഒരു കേന്ദ്രമന്ത്രിയെ അടുത്തിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവും അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള ആളുകളും ഈ ചെയ്തത് ശരിയായോ? അല്ലെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച മനുഷ്യനെ കളിയാക്കേണ്ട ആവശ്യകത ഉണ്ടായിരുന്നോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള ജാതി കോമരങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ജാതി ചിന്തയുള്ള ആളുകൾക്ക് ഇതൊരു ആവശ്യം തന്നെയായിരുന്നു. നല്ലൊരു ചൂരൽ കഷായം കൊടുക്കുന്നത് പോലെ വാക്കുകൾ കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി നല്ല രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. അതിനിടയ്ക്ക് ഒരു കൊതുകും. ഇത് ഇനിയും സുരേഷ് ഗോപിജിയുടെ ഒക്കെ ആരെങ്കിലും ആണോ എന്ന് എനിക്കറിയില്ല, എന്തായാലും കൊന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായിരുന്നില്ല. തൃശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു. കഥകളി ഹിന്ദുക്കളുടെ
പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി. കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത്. ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല. ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടമൊരുക്കുകയുണ്ടായി. തന്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത്. അദ്ദേഹം നല്ല ഭക്തരുമായിരുന്നു. തന്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിന്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതേസമയം നിരവധി ക്ഷേത്രങ്ങൾ സന്തോഷത്തോടെ അദ്ദേഹത്തെ പാടാൻ അകത്ത് കയറ്റിയിട്ടുമുണ്ട്. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ അകത്തിരുന്ന് ഉസ്താദ് ബിസ്മില്ല ഖാൻ ഷഹനായി വായിച്ചിരുന്ന കാര്യം ഹൈദരാലി എടുത്തു പറഞ്ഞിരുന്നു. കണ്ടില്ലേ, ഇതില് കലാമണ്ഡലം ഹൈദരാലിയെ വേട്ടയാടിയിരുന്ന ഒരു കൂട്ടം സവർണരെന്ന് വിചാരിക്കുന്ന സവർണ തമ്പ്രാക്കന്മാരെ പറ്റിയാണ് പിണറായി വിജയൻ സഖാവ് പറയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ആ പുറയിലിരിക്കുന്ന രാജാവ് ഉന്നത കുലജാതൻ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് ഇങ്ങനെ CCTV ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതൊന്നും കേൾക്കുന്നില്ല. ഇതൊന്നും എന്നെ ബാധിക്കുന്ന എൻ്റെ പാർട്ടിയിലുള്ള ആളുകൾ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് എനിക്കിത് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അടുത്ത ആരുമില്ല കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാനായിട്ട്. അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വന്ന് പെട്ടുപോയല്ലോ നാഥ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് സുരേഷ് ഗോപിജി ഇരിക്കുന്നത്. അപ്പൊ ഇവര് കേവലം സുരേഷ് ഗോപിയെ മാത്രമല്ല മുഖ്യമന്ത്രി അവിടെ പറയുന്നത്. സുരേഷ് ഗോപി അടങ്ങുന്ന നമുക്ക് മുന്നിൽ കാണാൻ അല്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളൊരു ഈ ജാതിയെ പറ്റി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു വ്യക്തി സുരേഷ് ഗോപി മാത്രമാണ്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ അടുത്ത് അല്ലെങ്കിൽ സുരേഷ് ഗോപി വന്ന സമയത്ത് ആ കാര്യങ്ങൾ പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ളവരൊക്കെയും ജാതിയുടെ ഈ പറയുന്ന അതിർവരമ്പുകളെ പറ്റി പറയുന്നുണ്ടെങ്കിലും ഇത്രയും സുരേഷ് ഗോപിയെ പോലെ വലിയൊരു ജന്മിയാണ്, ഞാൻ വലിയൊരു മറ്റേതാണ്, വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. അപ്പോ സുരേഷ് ഗോപിയെ ആ വേദിയിൽ വിളിച്ചു വരുത്തി അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ആ ഗട്ട്സ്, ഞാൻ ഇന്നലെയും പറഞ്ഞു, ആ ഗട്ട്സ് നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ മതിയാകുകയുള്ളൂ. ഒരു കേന്ദ്രമന്ത്രിയെ അടുത്തിരുത്തിക്കൊണ്ട് ഈ രീതിയിൽ ഈ പ്രായത്തിൽ ഒരു പരാമർശം നടത്തുമ്പോൾ അതിന് വരാൻ പോകുന്ന കോൺസിക്വൻസസ് എന്ത് വന്നാലും അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം. എനിക്കതൊരു കോപ്പുമില്ല. പറയാനുള്ളത് ഏതവന്റെ മുഖത്ത് നോക്കിയാണെങ്കിലും ഏത് സമയത്താണെങ്കിലും പറയും എന്നുള്ളൊരു ധാർഷ്ട്യം, അല്ലെ ഒരു ചിന്താഗതി, അല്ലെ ഒരു ധൈര്യം, അതാണ് പിണറായി വിജയൻ സഖാവ് അവിടെ കാണിച്ചത്. അപ്പൊ ഇതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് കേരളത്തിന് തരാനുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞു വെക്കുമ്പോഴും അതിന്റെ കുറവ് കുട്ടികൾക്ക് വരാതെ സംസ്ഥാന സർക്കാർ നോക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വേദിയിലിരിക്കെ വിമർശനവുമായി മന്ത്രി ശിവൻകുട്ടി. അപ്പോ ശരിക്കും പറഞ്ഞ എല്ലാവരും കൂടി എടുത്തിട്ട് അലക്കി. അതായത് പിണറായി വിജയൻ സഖാവ് അലക്കി, ശിവൻകുട്ടി അലക്കി. ശിവൻകുട്ടി വിളിച്ചതിന്റെ പേരിലാണ് താൻ വന്നതെന്നൊക്കെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അപ്പോ ശിവൻകുട്ടിയുടെ അടുത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി നൈസായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തെ സീറ്റിൽ പോയിരിക്കുന്ന ഒരു കാഴ്ചയുമുണ്ട്. നിങ്ങൾ ഈ വീഡിയോ നോക്കി അറിയാൻ പറ്റും. ചായ കുടിച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവിടെ നിന്ന് പോവുകയാണ്. എന്തുകൊണ്ടാണ് പോയെന്നറിയില്ല. ഒരു പക്ഷേ ശിവൻകുട്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പണി കൊടുത്തത് കൊണ്ട് അതിന്റെ വിഷമത്തിൽ ഇനി ഇവന്മാരുടെ കൂടെ ഒന്നും ഞാൻ ഇരിക്കില്ല എന്നുള്ള ചിന്താഗതിയിൽ എഴുന്നേറ്റ് പോയതായിരിക്കും. ശിവൻകുട്ടി അദ്ദേഹം നോക്കുന്നുണ്ട്, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ, എനിക്കൊന്നും അറിയത്തില്ലേ, അല്ലെങ്കിൽ എണീറ്റ് പോട്ടെ പണ്ടാരം എന്നുള്ള രീതിയിലായിരിക്കും, എന്താണെന്നറിയില്ല. എന്തായാലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ചിലപ്പോൾ പുച്ഛം കൊണ്ട് പോയതായിരിക്കും. ഉന്നതപോലെ ജാതന് അവരുടെ ഒന്നും അടുത്തിരിക്കാനുള്ള താല്പര്യം ഉണ്ടാവത്തില്ല. തൊട്ടുകൂടായ്മ തീണ്ടുകൂടായ്മ എന്നൊക്കെ ഉള്ള സാധനങ്ങൾ മനസ്സിൽ കാണും. അപ്പൊ നമുക്ക് ശിവൻകുട്ടി അദ്ദേഹം എന്താണ് പറയുന്നത് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം.
സൗണ്ട് ഒന്നില്ലേ? ഓക്കെ, ഒന്നുകൂടെ ഇടാം. പഠിക്കേണ്ട ചരിത്ര ശാസ്ത്ര ഭാഗങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെട്ടിമാറ്റിയപ്പോൾ ആ ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ബദൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി കുട്ടികളെ പഠിപ്പിച്ച ഏക സംസ്ഥാനം കേരളമാണെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള 1065 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. അത് ലഭിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഒരു കുറവും വരാതെ നോക്കുവാൻ ഈ സർക്കാർ തയ്യാറായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ചിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ എഴുതിയ വാചകം എന്ന് വലിയ ജനശ്രദ്ധ നേടിയിരിക്കുകയാണ്. ലവ് യു ടു ദം മൂൺ ആൻഡ് ബാക്ക്. അതെ, നസീവുമായ സ്നേഹം നിങ്ങളോട് ഓരോരുത്തരോടും ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. നിങ്ങളാണ് ഈ നാടിന്റെ ഭാവി. എല്ലാവിധ വേർതിരിവുകൾക്കും അതീതമായി കലയുടെ ഈ വസന്തോത്സവ നമുക്ക് നെഞ്ചിലേറ്റ മാറ്റുരയ്ക്കുന്ന എല്ലാ പ്രതിഭകൾക്കും എന്റെ വിജയ ആശംസ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. കുട്ടികൾ പഠിക്കുക. കണ്ടില്ലേ? അതായത് സുരേഷ് ഗോപി എന്ന് പറയുന്ന കേന്ദ്ര സഹമന്ത്രിയെ അടുത്തിരുത്തിക്കൊണ്ട് തന്നെ വി ശിവൻകുട്ടിയും വന്ന് അലക്കിയിട്ട് പോയിരിക്കുകയാണ്. വരുന്നവനും പോകുന്നവനും എല്ലാം തൻ്റെ മെക്കെട്ടേക്ക് കയറുകയാണല്ലോ എന്നാണ് സുരേഷ് ഗോപി വിചാരിക്കുന്നത്. അവിടെ സുരേഷ് ഗോപി ഒരു ആത്മസമീപനം പാലിച്ചുകൊണ്ട് കൂടുതലൊന്നും പറയാതെ ഇത് കുട്ടികളുടെ കഴിവ് അല്ലെങ്കിൽ മാറ്റുരയ്ക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ കഴിവിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹനം കൊടുക്കേണ്ട ഒരു സ്ഥലമാണ്, അവിടെ രാഷ്ട്രീയം ഞാൻ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് അങ്ങ് പോയി. അപ്പം അങ്ങനെ സുരേഷ് ഗോപിയെ ശരിക്കും പറഞ്ഞാൽ തലങ്ങും വിലങ്ങും എല്ലാം കൂടിയിട്ട് വലിച്ചു കീറി. അതിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇത് ശരിക്കും സുരേഷ് ഗോപി അർഹിക്കുന്ന വാക്കുകളാണോ, അല്ലെ സുരേഷ് ഗോപിക്ക് ഇങ്ങനെ കിട്ടേണ്ട ആവശ്യകത ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ശരിക്കുമുണ്ട്, ഞാനും വിചാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിലും ജാതിയില്ല മതമില്ല എന്ന് പലരും പറയാൻ ശ്രമിക്കുമ്പോഴും ഇതൊക്കെ ഇവിടെ വേണം എന്ന് പറയാൻ ശ്രമിക്കുന്ന ഒരു സവർണ തമ്പ്രാക്കൻ അല്ലെങ്കിൽ ഫ്യൂഡൽ മാടമ്പി അതാരാണ്? അതാണ് സുരേഷ് ഗോപി. സിനിമയിലെല്ലാം ജീവിച്ച് ഒരുപാട് ലോകം കണ്ടിട്ടുള്ള നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ള ഒരാളാണ് സുരേഷ് ഗോപി. എന്നിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്നും ഒക്കെ വരുന്നത് ഈ ജാതിയുടെയും ഈ നിറത്തിന്റെയും ഈ മതത്തിന്റെയും വേർതിരിവുകളെ പറ്റിയുള്ള ചിന്താഗതികളാണ്. എന്തൊരു കഷ്ടമാണല്ലേ? അപ്പൊ അങ്ങനെയുള്ള ചിന്താഗതികൾക്ക് ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. ഒരു മധുര പ്രതികാരം എന്നോണം, അല്ലെങ്കിൽ ഒരു നൈസായിട്ട് പണി കൊടുക്കുക എന്നോണം അങ്ങനെ തന്നെ മറുപടി കൊടുക്കണം. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. ഇതിനെ വലിയ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ഈ രണ്ട് കൈകൾ നീട്ടിയും സ്വീകരിക്കുകയും ചെയ്തൊരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസംഗവും അതേപോലെ തന്നെ വി ശിവൻകുട്ടിയുടെ പ്രസംഗവും അതേപോലെ തന്നെ ഇവര് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലങ്ങളിൽ വെച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ ആ ഒരു ഫലമായിട്ടൊക്കെയാണ് ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഈ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഈ രീതിയിൽ തന്നെ പ്രതികരിക്കട്ടെ, ഇങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവര് നിലകൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഈ ഒരു ഇരട്ടച്ചങ്ക് വേറെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല, ആർക്കും കാണാൻ സാധ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.